ഇതൊരു ഇനിഷ്യേറ്റീവ് എന്നുള്ള രീതിയിൽ വളരെയധികം നല്ലൊരു ഇതല്ല. റൈറ്റേഴ്സ് യൂണിയൻ ഫെഫ്ക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എപ്പോഴും പ്രശ്നപരിഹാരങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ സോർട്ട് ചെയ്യുക എന്നുള്ളതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഈ പറയുന്ന പോലെ കുറച്ചുകൂടെ ക്രിയേറ്റീവിലും അല്ലാതെയൊക്കെ എന്താ പറയുക അപ്സ്കിൽ ചെയ്യാനൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസ് പുതിയ ആൾക്കാർക്ക് മാത്രമല്ല നമ്മുടെ ഇടയിലുള്ള ആൾക്കാർക്കും ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും ഒരു അപ്സ്കില്ലിങ്ങിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ഇനിഷ്യേറ്റീവ്സ് കൂടുതൽ സംഘടിപ്പിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ആവശ്യം. കാരണം സിനിമ എന്നുള്ള ഒരു മാധ്യമത്തിലേക്ക് ഞാൻ വന്നപ്പോൾ ഇതിൻ്റെ ടെക്നിക്കാലിറ്റീസിനെ കുറിച്ച് അത്ര വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്ന ഒരാളല്ല ഞാൻ. സിനിമയിൽ വന്നു കഴിഞ്ഞിട്ടാണ് സിനിമയെക്കുറിച്ച് കൂടുതൽ അറിയാൻ മനസ്സിലാക്കാൻ. അതുവരെ ഞാൻ എൻ്റെ മനസ്സിലുള്ള സിനിമയാണ് ഞാൻ പറയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ മനസ്സിലുള്ള കഥ പറച്ചിൽ രീതിയിലേക്കാണ് ഞാൻ ലീൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ 1-2 സിനിമ കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ടെക്നിക്കാലിറ്റീസിൽ ഏറ്റവും എൻ്റെ കരിയറിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ലേണിംഗ് എന്ന് പറയുന്നത് സ്ക്രീൻ റൈറ്റിംഗ് ഇതിനെക്കുറിച്ച് പഠിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അതാണ് എൻ്റെ ജീവിതത്തിൽ, ഒരു സിനിമാ ജീവിതത്തിൽ ഡയറക്ടർ എന്നുള്ള രീതിയിലും ആക്ടർ എന്നുള്ള രീതിയിലും ഏറ്റവും കൂടുതൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് സ്ക്രീൻ റൈറ്റിംഗ് പഠിക്കാൻ ഞാൻ ശ്രമിച്ചു എന്നുള്ളത് തന്നെയാണ്. അതിനു വേണ്ടിയിട്ട് വളരെയധികം ആധികാരികമായിട്ടുള്ള ബുക്കുകളും ഓൺലൈനായിട്ടുള്ള മേഖലകളിലും സോഴ്സസിലൂടെയൊക്കെ തന്നെ പഠിക്കാൻ പല രീതിയിൽ എന്നെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് പല രീതിയിലും എൻ്റെ കരിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട്